സ്ക്വിഡ് ഗെയിംസ് എന്ന് പറയുന്ന സീരീസ് നമുക്കറിയാം. ലോകത്തിൽ അത്രയും കിട്ടലും ഫാൻസ് ഉള്ള അത്രയും കിട്ടലമായിട്ടുള്ള ഒരു സീരീസ് ആണ്. അതിന്റെ സെക്കൻഡ് സീസൺ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സീസൺ ചെറുതായിട്ടൊരു ലെവലിൽ പൊടിക്ക് താഴെയാണ്. അതിന് ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വേറൊരു സീരീസ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞിട്ട് അതും കിട്ടില സാധനമാണ്. ഞാൻ കണ്ടതാണ്. കിടിലായിട്ടാണ്. കിടിലായിട്ട് എന്ന് പറഞ്ഞാൽ സ്ക്വിഡ് ഗെയിംസിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സാധനം തന്നെയാണ്. വേറെ ലെവലിൽ വേറെ കിടിലം പോലെ ലെവലിൽ കിടിലം പോലെ ചേരുന്ന ഒരു സാധനം. ഈ രണ്ടെണ്ണം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ട വേറൊരു കിടില സാധനമുണ്ട്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഈ രണ്ട് സീസണിന്റെയും അല്ലെങ്കിൽ ഈ രണ്ട് സീരീസിന്റെയും ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാതെ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു കിടില ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ്. ലിമിറ്റഡ് ആയിട്ടുള്ള സീരീസ് ആണ്. അതായത് 8 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. നെറ്റ്ഫ്ലിക്സിൽ തന്നെ ഇപ്പോൾ ടോപ്പ് 10 നിൽക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള വേറൊരു സാധനമാണ് ദി 8 ഷോ. കൊറിയൻ തന്നെയാണ് ലാംഗ്വേജിൽ വരുന്നത്. ഇത് എൻ്റെ മോനെ വേറെ ലെവൽ ഐറ്റം. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സ്ട്രിക്ട്ലി പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ സ്ക്വിഡ് ഗെയിംസും ആലീസ് ഇൻ വണ്ടർലാൻഡൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡൗട്ടും ഇല്ല കിഡിലോസ്കി ആയിട്ട് നിങ്ങൾ കണ്ടിരിക്കുന്ന ഒരു സാധനമാണ് സത്യമായിട്ടും. കാരണം ഇത് ആ ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ്. അതായത് കുറച്ച് ആൾക്കാർ ഒരു സോൾട്ടറി കൺഫൈൻമെന്റ്, ഒരു ഗെയിം പോലത്തെ സംഭവം, അത് പൈസ കിട്ടുന്നത് സെയിം ത്രെഡാണ്. പക്ഷേ അതിൽ ഒരു കഥ പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. അതായത് ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് കഥ പറയുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സാധനം. അതായത് നമ്മൾ മനുഷ്യന്മാരല്ലേ, നമുക്കറിയാം നമ്മൾ എത്രയൊക്കെ പുണ്യാളന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നവർക്കുള്ളിലും വി ഹാവ് എൻ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് നമുക്കുള്ളിലുണ്ട്. അല്ലെങ്കിൽ ആർത്തി, പണത്തിനുള്ള ആർത്തി ആയിക്കോട്ടെ, ആ ഒരു സംഭവം എത്രയൊക്കെ നന്മ നിറഞ്ഞവനാണെന്ന് പറഞ്ഞാലും നമുക്കുള്ളിലുണ്ടടി ആ ഒരു സാധനം. അത് ഏത് മൊമെന്റ് വരെ നമ്മൾ പിടിച്ചു നിൽക്കും, ഏത് എക്സ്റ്റൻഷൻ വരെ നമ്മൾ കൊണ്ടുപോകും. അതാണ് ഇവർ കാണിക്കുന്നത്. അത് വേറെ ലെവലായിട്ടായിട്ട് എനിക്ക് തോന്നി. ആ ഒരു ഡെപ്ത് ഉണ്ട് ആ ഒരു കഥക്ക്. അവർ കൊടുക്കുന്ന ഒരു ഡെപ്ത്, അതായത് നമുക്ക് മുമ്പിലോട്ട് ഒരു ഗെയിം ഇങ്ങനെ അല്ലെങ്കിൽ ഒരു സംഭവം ഇങ്ങനെ ത്രില്ലിംഗ് ആയിട്ട് പോവുകയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അത് എന്തുകൊണ്ട് അത് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. അതാണ് ഹൗ ഫാർ വിൽ യു ഗോ ഫോർ മണി എന്ന് പറയുന്നില്ലേ, അത് തന്നെ സാധനം. അയ്യോ, മൈൻഡ് ബ്ലോൺ ആയിപ്പോയി. എനിക്ക് ഏറ്റവും അതിൻ്റെ നമ്മളെ പിടിച്ചിരുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അതാണ്. അതൊരു 4 എപ്പിസോഡ് കറക്റ്റ് 4 എപ്പിസോഡിൽ ഇൻ്റർവെൽ വരുന്നത്. നമ്മൾക്ക് ഒരു ഹോൾ സ്റ്റോറിയുടെ ഒരു ഇൻ്റർവെൽ കറക്റ്റ് 4 എപ്പിസോഡിൽ വരുന്നത്. പിന്നെ ലാസ്റ്റ് 4 എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേണിങ് ഉണ്ട്. അയ്യോ, ഒരു രക്ഷയില്ല സത്യമായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ അവർ കൊടുത്തിട്ടുള്ള ആ ഒരു റൈറ്റിംഗ് സ്കില്ല് ഇജാതി ഐറ്റം. കാരണം ആ സ്റ്റോറി പിന്നെ നമുക്ക് ബോറടിക്കാതെ കൊണ്ടുപോകണമല്ലോ. ഇപ്പോൾ 8 എപ്പിസോഡേ ഉള്ളൂ. അപ്പോൾ 8 എപ്പിസോഡ് 1 മണിക്കൂറിന് അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മൊമെന്റ് പോലും നമുക്ക് ആ ബോറടിക്കാൻ പാടില്ല. കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള സീരീസ് ആണ്. അപ്പോൾ 8 എപ്പിസോഡിൽ അവർക്ക് പറഞ്ഞ് തീർക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മളെ ആ ഒരു ഹുക്ക് ചെയ്ത് ഓരോ മൊമെന്റും നമ്മളിങ്ങനെ ഹുക്ക് ചെയ്ത് ഇടുന്ന ഒരു സാധനമുണ്ട് അവർ ത്രെഡ്. അതാണ് വേറൊരു ലെവലായിട്ട് കൊണ്ടുപോകും. നമ്മളിങ്ങനെ ഓക്കെ ഇനി എന്ത് സംഭവിക്കും. നമ്മൾ സത്യം പറഞ്ഞല്ലോ, ഓരോ സീരീസൊക്കെ ഞാൻ കാണുന്ന സമയത്ത് 10 സെക്കൻഡ് സീക്ക് ചിലപ്പോൾ ഞാൻ കാണലുണ്ട്. പക്ഷെ ഇതെനിക്ക് അങ്ങനെ കാണാൻ തോന്നിയില്ല. കാരണം നമുക്കറിയാം ചിലപ്പം സ്ലോ മോഷനിലൊരു സാധനം ഇങ്ങനെ പോകുമ്പോൾ അടുത്ത് എന്തായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും നമ്മളത് കണ്ടിരുന്നു പോകും. ഓക്കെ, അത് വരട്ടെ നമ്മളിങ്ങനെ പറയും. അത് കഴിഞ്ഞ ആ ഒരു എൻഡിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടൊരു മെസ്സേജ് അവർ കാണിച്ചു തരുന്നുണ്ട്. എന്താണ് ലൈഫിൽ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് എന്നുള്ള ആ ഒരു ഡെപ്ത് ഉണ്ട്. ഒരുപാട് ലെയേഴ്സിൽ ഇങ്ങനെ സ്റ്റോറി ഇങ്ങനെ നിൽക്കുകയാണ്. അത് ആ റൈറ്റിംഗ് സ്കില്ല് കിട്ടില്ല റൈറ്റിംഗ് സ്കില്ല് അത് കിട്ടില്ല പോലെ മേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൻ്റെ തന്നെ പ്രൊഡക്ഷനിൽ വരുന്നതാകുമ്പോൾ നമുക്കറിയാമല്ലോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവുന്നുള്ളത്. അതുപോലെ തന്നെയാണ് അതിൻ്റെ സംഭവം. ഒരു രക്ഷയില്ല, നിങ്ങൾ കണ്ടു നോക്കുക. ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളിത് കണ്ട് ചിലപ്പോൾ ഞാനീ പറഞ്ഞത് കേട്ട് ഹൈപ്പ് അടിച്ചിട്ട് നിങ്ങൾ പോയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് എത്ര സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒപ്പീനിയൻ താഴെ വന്നിട്ട് പറയാം. എനിക്ക് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാനീ പറഞ്ഞത് എക്സാജറേഷൻ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നുള്ളത് തെറി വിളിക്കണ്ടെങ്കിൽ വന്ന് തെറി വിളിക്കുക. പറഞ്ഞ പോലെ സ്ട്രിക്റ്റ് ഞാൻ എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അത് 8 ഷോ എന്ന് പറഞ്ഞിട്ട് 8 എപ്പിസോഡ് മാത്രമുള്ള സംഭവം. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. ഓക്കെ.